ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മാത്യുവും യേജിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായി ക്ലോസ് ആയിട്ടുണ്ടെന്ന് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ മാത്യു യേജിനെ കിസ് ചെയ്തതിനു ശേഷം രണ്ടാളും തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചു സമയം ബുക്ക് വായിച്ചിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് രണ്ടാളും ഉറങ്ങിപ്പോയി. അങ്ങനെ യേജിന് ആദ്യമായിട്ട് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഇല്ലാതെ വീണ്ടും ഉറങ്ങിയത് അന്നായിരുന്നു. അതേസമയം എറിക് അവന്റെ സിസ്റ്റർ മിഷേലിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മിഷേൽ അവനോട് HIT കമ്പനിയിൽ പോയി ബ്രോഡ്കാസ്റ്റ് ലോഞ്ച് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എറിക് അതിന് സമ്മതിച്ചില്ല. കൊറിയയിലെ ലോഞ്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും, എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് അവൻ പറഞ്ഞു. പക്ഷെ മിഷേലിന് കാര്യങ്ങളെല്ലാം അവളുടെ കൺട്രോളിൽ വേണമായിരുന്നു. ഒരുപാട് ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് എറിക്കിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവള്. അത് കഴിഞ്ഞ് മിഷേൽ HITയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് കമ്പനിയിലെ PA-നോട് ഫാക്ടറിയിലുള്ള എല്ലാ എസൻസും ഇല്ലാതാക്കാൻ പറഞ്ഞു. എന്തോ വലിയ കാര്യം മറയ്ക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഏജന്റ് മാത്യുവിന്റെ ഒപ്പം ഫാമിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചു. ഏജന്റിന്റെ കാലിന് മുന്നിൽ ചെറിയ വേദന ഉണ്ടായിരുന്നോണ്ട് മാത്യു വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഏജന്റ് ഒരു ഗെയിം കളിക്കാം, അവള് ജയിച്ചാൽ ഇന്നത്തെ ഫുൾ ഡേ മാത്യു ഏജന്റ് പറയണ പോലെ കാര്യങ്ങൾ ചെയ്യണം എന്നതായിരുന്നു കണ്ടീഷൻ. ഗെയിമിൽ ഏജന്റ് തന്നെ ജയിച്ചു. അതോടെ അവള് ഹാപ്പിയായി മാത്യുവിന്റെ കൈയും പിടിച്ച് ഫാമിലിക്ക് പോയി. ഇത് കണ്ട സോമിക്ക് കുറച്ച് അസൂയ തോന്നുന്നുണ്ട്. നാജിന്റെ കാര്യം ഇനി എന്താവും എന്നായിരുന്നു അവളുടെ വിഷമം. ഫാമിലെത്തിയപ്പോ ഏജന്റെയും മാത്യുവിന്റെയും ഫേസ് എത്രയോ വാട്ട് തെളിച്ചുള്ളത് അവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും കൂടി അവരെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഫാമില് ജോലി കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോഴും മാത്യു വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏജന്റ് കൺട്രോളിലാണല്ലോ കാര്യങ്ങള്. എന്തൊക്കെ ചെയ്യണം എന്ന് ഏജന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഏജന്റ് കുറെ നാളായി കാണണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രാമ ഉണ്ട്. ഇന്ന് നൈറ്റ് അത് കാണാമോന്ന് അവള് ചോദിച്ചു. അതിന്റെ സ്റ്റോറി ലൈൻ എങ്ങനെയാണെന്ന് ഏജന്റ് പറയുന്നുണ്ട്. ഒരു സാധാരണ ഓഫീസ് വർക്കർ അവളുടെ ഫ്രണ്ടിന്റെ സ്ഥാനത്ത് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയി. ആ ഡേറ്റ് കൊളമാക്കാൻ ഓരോന്ന് ചെയ്ത് അവളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ അവള് നോക്കി. പക്ഷെ ഡേറ്റിന് വന്ന ആൾക്ക് അവളെ ഇഷ്ടായി. അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നാൽ ശരിക്കും അയാള് അവളുടെ കമ്പനിയുടെ CEO ആയിരുന്നു. ഈ പറഞ്ഞ ഡ്രാമ നമ്മുടെ ഹീറോ മാത്യു അഭിനയിച്ച് ഹിറ്റായ വേറൊരു ഡ്രാമയാണ്. മനസ്സിലായവര് കമന്റിൽ പറയണേ. ഫാമിൽ നിന്ന് ഏജന്റ് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ സോമിനെ കാണുന്നത്. ക്ലാസ് പ്രസിഡന്റ് ഇലക്ഷന് പറയാനുള്ള സ്പീച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു സോമി. അവള് നല്ല നെർവസ് ആയിരുന്നു. എനിക്ക് മാസ്ക് മാറ്റാൻ പറ്റില്ല, ക്ലാസ്സിലുള്ളവരാരും എന്നെ അറിയില്ല, എന്റെ പേര് പോലും അവർക്ക് അറിയില്ല എന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കായിരുന്നു സോമി. അപ്പോ ഏജന്റ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, മാസ്ക് വെക്കുന്നതുകൊണ്ട് മാത്രം സ്പീച്ച് മോശമാവൊന്നുമില്ല, നന്നായി ചിരിച്ച് സംസാരിക്കുമ്പോൾ അത് കണ്ണിൽ അറിയാൻ പറ്റും, പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഏജന്റ് സോമിനെ ട്രെയിൻ ചെയ്തു. ഏജന്റിന്റെ ട്രെയിനിങ് കൊണ്ട് സോമി നല്ല കോൺഫിഡന്റ് ആയി. അവൾ ഏജന്റിന്റെ നമ്പർ വാങ്ങി സേവ് ചെയ്ത് വെച്ചു. അവളുടെ ചേച്ചിക്കും മുന്നേ ഷോപ്പിംഗ് ഹോസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഇപ്പോ അവള് കാരണമാണ് ചേച്ചി ആ ഷോപ്പ് നടത്തുന്നതെന്നും സോമി പറഞ്ഞു. ഇത് കേട്ട ഏജന്റ് HIT കമ്പനിയിൽ ഹോസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, നജിനോട് അപ്ലൈ ചെയ്യാൻ പറയാൻ സോമിനോട് പറഞ്ഞു. അടുത്ത ദിവസം ഏജന്റ് സോമിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കി. സ്പീച്ചിന് മുന്നേ മോട്ടിവേഷൻ കൊടുത്തു. നിന്റെ ഫ്രണ്ട്സ് ഇന്ന് കാണേണ്ടത് നിന്റെ മാസ്ക് അല്ല, മറിച്ച് നിന്റെ സിൻസിയറിറ്റി ആണ്. ഒരു കാര്യം നമ്മളെ ബോധർ ചെയ്യാത്തോടത്തോളം അത് വേറെ ആരെയും ബാധിക്കില്ല എന്ന് ഏജന്റ് പറഞ്ഞു. സൗന്ദര്യമാണ് ക്ലാസ് പ്രസിഡന്റ് ആവാൻ വേണ്ടേന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ 1000 പ്രാവശ്യം ആയിട്ടുണ്ടാവണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഏജന്റ് സോമിനെ കൂളാക്കി. എലക്ഷൻ സ്പീച്ചില് സോമിയുടെ ടേൺ എത്തി. ആദ്യം നെർവസ് ആയിരുന്നെങ്കിലും ഏജന്റ് പഠിപ്പിച്ചതുപോലെ ലൗഡായി കോൺഫിഡന്റ് ആയി സോമി സംസാരിച്ചു. അതോടെ ഫുൾ ക്ലാസ്സും അവളുടെ ഫാനായി മാറി. ഒടുവില് സോമി ക്ലാസ് പ്രസിഡന്റ് ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. ഇക്കാര്യം സോമി നാജിനോടും മാത്യുവിനോടും വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയായി. രാത്രിയിൽ ഏജന്റ് അച്ഛൻ കോൾ ചെയ്തിരുന്നു. അവൾ എവിടെയാണെന്ന് ചോദിച്ചെങ്കിലും അവൾ എവിടെയാണെന്ന് കൃത്യമായി മറുപടി ഒന്നും കൊടുത്തില്ല. ഏജന്റിനോട് മാത്യു അപ്പൊ ചോദിക്കുന്നുണ്ട് അവള് ഈ ടാബ്ലറ്റ്സ് എത്ര കാലമായി കഴിക്കുന്നു. അപ്പൊ ഏജന്റ് അവളുടെ പാസ്റ്റ് തുറന്നു പറഞ്ഞു. ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരം അവൾക്ക് കിട്ടിയിരുന്നു. സീനിയർ യുൻജിക്ക് കൈ ഫ്രാക്ചറായി ഇരിക്കായിരുന്നു. സോ അവൾക്ക് പകരം ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യേണ്ടി വന്നു ഏജിന്. പക്ഷെ ആ ക്രീം വലിയൊരു ഡിസാസ്റ്റർ ആയി മാറി. ഉപയോഗിച്ച ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പബ്ലിക് മുഴുവൻ ഏജിനെ ബ്ലെയിം ചെയ്യുകയും ചെയ്തു. ആ പ്രൊമോഷനില് അപ്പൊ വലിയ ആക്ട്രസ് ആയിരുന്ന ഏജിന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ ആക്ടിങ്ങിൽ നിന്ന് എന്നേക്കുമായി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. ഏജിന് അവരോട് റിവെഞ്ച് എടുക്കാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അമ്മയും ആളെ കുറ്റപ്പെടുത്തി. അതാണ് ഏജിന് ഏറ്റവും സഹിക്കാൻ പറ്റാഞ്ഞത്. അവൾ എപ്പോഴും പ്രോഡക്ട്സ് നന്നായി ടെസ്റ്റ് ചെയ്തിരുന്നു എന്നും ഒരിക്കലും ആളുകളെ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഏജൻ പറഞ്ഞു.
ഇതിനിടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം കാണിക്കുന്നുണ്ട്. യജിൻ പറഞ്ഞ ആ കോൺട്രവേഴ്ഷ്യൽ ഗുഡ് മോർണിംഗ് ക്രീം ഡെവലപ്പ് ചെയ്തത് മാത്യു ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് സോമിയുടെ അലർജി വീണ്ടും മോശമായിട്ടുണ്ടായിരുന്നു. മുഖത്തും ശരീരത്തും റാഷസ് പടർന്നു പിടിച്ചു. സോമി അത് ആകെ മാന്തി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മാത്യുവിനെ വിളിക്കാൻ വന്നതായിരുന്നു നാജിൻ. എന്താ പറ്റിയെന്ന് യജിൻ ചോദിക്കുമ്പോൾ നാജിൻ ദേഷ്യത്തോടെ യജിനോട് പറഞ്ഞു, അന്ന് നിന്റെ ആ ബ്രോഡ്കാസ്റ്റ് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. ഇത് കേട്ട് യജിൻ ആകെ ഷോക്കായിപ്പോയി. സോമിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ക്രീം യൂസ് ചെയ്തതിൽ പിന്നെ എന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡ് കഴിച്ചാൽ സോമിക്ക് ഇതുപോലെ അവളുടെ അവസ്ഥ വഷളാവും. അന്ന് ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കുമ്പോൾ സോമിയും ഒപ്പം കഴിച്ചതായിരുന്നു. സോമിയുടെ അവസ്ഥ കണ്ട് മാത്യുവിനും നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് അവനാണല്ലോ കാരണം. നാജിനെ കാണുമ്പോൾ ഏജൻ സോറി പറഞ്ഞ് സോമി ഓക്കെ ആവുന്നത് വരെ അവൾക്ക് പറ്റണ പോലെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെന്ന് ഏജൻ പറഞ്ഞു. പക്ഷെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്ന അത് തന്നെയാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് നാജിൻ അവിടെ നിന്ന് പോയി. മാത്യു വീട്ടിൽ വരുമ്പോൾ ഏജൻ അവരോട് പറയുന്നുണ്ട്, സോമി എപ്പോഴും മാസ്ക് വെച്ചാണ് നടക്കുന്നത്. ഈ ചൂടുകാലത്ത് പോലും ആ പാവം കുട്ടി മാസ്ക് വെക്കുന്നു. എല്ലാത്തിലും ഞാനാണല്ലോ കാരണം എന്ന് പറഞ്ഞ് യജിൻ കരഞ്ഞു. മാത്യുവിനും സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ലേറ്റ് 12 എസെൻസിന്റെ ടെസ്റ്റ് റിസൾട്ട്സ് വന്നു. എസെൻസിൽ ശരിക്കും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു. മാത്യു ഇക്കാര്യം എറിക്കിനെ വിളിച്ചു പറഞ്ഞ് യജിനെ അവളുടെ പഴയ പോസ്റ്റിലേക്ക് ഒരുപാട് വൈകുന്നതിന് മുന്നേ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ് എറിക്ക് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്തു. യേജിൻ അവരുടെ എസെൻസിലെ ഇഷ്യൂസ് കാരണം ഇപ്പൊ കസ്റ്റമേഴ്സിനെ സെൽ ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കൺസേൺ റേസ് ചെയ്തതുകൊണ്ടാണ് ലോഞ്ച് മാറ്റിവെച്ചത്. ആ തീരുമാനം ശരിയായിരുന്നു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ മൈക്രോബിയൽ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേജിൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഹാംഫുൾ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തുമായിരുന്നു എന്നും എറിക്ക് പറഞ്ഞു. ഇപ്പോ പബ്ലിക് ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി യേജിന് സപ്പോർട്ടായി. അത്രയും വിശ്വാസ്യത ഇതോടുകൂടി യജിന് വന്നു. അതോടെ HIT കമ്പനി വീണ്ടും യജിനെ തിരികെ വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ യജിൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അവൾക്ക് ഇനിയും സമയം വേണമെന്ന് ഡയറക്ടറിനോട് യജിൻ പറഞ്ഞു. യജിന് സ്ട്രെസ് കൂടിയിട്ട് അവൾ വീണ്ടും ഉറക്കത്തിൽ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോമിയുടെ അടുത്ത് പോണം, ഞാൻ കാരണം അവൾക്ക് വയ്യാതായേ എന്നൊക്കെ പറഞ്ഞാണ് യജിൻ നടന്നിരുന്നത്. അടുത്ത ദിവസം എറിക്ക് മാത്യുവിനെ പോയി കണ്ട് യജിൻ HITയുടെ ഓഫർ വേണ്ടാന്ന് വെക്കാൻ കാരണം അവനാണോ എന്ന് ചോദിച്ചു. എറിക്ക് യജിനെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര വലിയ റിസ്ക് ആണ് എടുത്തത്. ഇപ്പോ ഷെയർ ഹോൾഡേഴ്സ് മുഴുവൻ അവൻ എഗെയിൻസ്റ്റ് ആണ്. യജിന്റെ ഫ്യൂച്ചറിന് ശരിക്കും എന്താ നല്ലതെന്ന് ഒന്നുകൂടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ മാത്യുവിനോട് എറിക്ക് പറഞ്ഞു. ഇതിനിടെ യജിൻ വീട്ടിലെ ഷെൽഫ് ഒതുക്കി വെക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ക്രീം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഫയൽസും ഫോട്ടോസും കാണുന്നുണ്ട്. അതോടെ സത്യം അവൾക്ക് മനസ്സിലായി, ആ ക്രീമില് ലീക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന്. അതേസമയം നാജിൻ സോമിയോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ നോക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, എന്താ പെട്ടെന്ന് ഇലക്ഷനൊക്കെ നിന്നേന്ന്. അപ്പൊ സോമി പറഞ്ഞു, ഇത്ര കാലം അവൾ വിചാരിച്ചിരുന്നത് എല്ലാവരും അവളുടെ മാസ്ക് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഏജനാണ് പറഞ്ഞത് ഒരു കാര്യം നമ്മളെ എഫക്ട് ചെയ്യണില്ലെങ്കിൽ അത് ബാക്കി ആരെയും എഫക്ട് ചെയ്യില്ലാന്ന്. സോമിയുടെ മാറ്റത്തിന് കാരണം യജിനാണെന്ന് മനസ്സിലായി നാജിൻ യജിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. യജിൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യില്ല എന്നറിയാം. പക്ഷെ അവൾ അന്ന് ഇത് കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാൻ സേഫ് ആണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിലാണ് അവൾ അത് വാങ്ങിച്ചത്. യജിനെ കാണുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു പോണെന്ന് നാജിൻ പറഞ്ഞു. രാത്രിയിലും മാത്യു യജിനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. ആ ക്രീം അവനാണ് ഉണ്ടാക്കിയതെന്ന്. എന്നാൽ യജിൻ അവനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ മാത്യു അവളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. യജിൻ അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ തോന്നുമ്പോ എല്ലാം അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് യജിൻ ചോദിച്ചു. പക്ഷെ മാത്യു കുറ്റബോധം കൊണ്ട് തകർന്നു നിൽക്കായിരുന്നു. അവൻ യജിനോട് കള്ളം പറഞ്ഞു. ആ ക്രീം കാരണം നിനക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നിന്നെ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവളുടെ കൂടെ ഇപ്പൊ ഇവിടെ കഴിയുമ്പോൾ അവന് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു മാത്യു അവളെ അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇത് കേട്ട് യജിൻ ആകെ തകർന്നു പോയിരുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 8 അവസാനിക്കുന്നത്. എപ്പിസോഡ് 9 ഇന്ന് തന്നെ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ തന്നെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പൊ ഓക്കെ, ബൈ.